ശ്രീ കരിങ്കാളി ദേവി നമോസ്തുതേ. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരം വിളവൂർക്കൽ വില്ലേജിൽ പെരുകാവ് കവലോട്ടുകോണം ദേശത്ത് പുണ്യപുരാതനവും പരിപാവനവുമായ കാങ്കക്കുഴി ശ്രീ കരിങ്കാളി ദേവി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം 2025 ഏപ്രിൽ 19 മുതൽ 23 വരെ നടക്കുകയുണ്ടായി. അതിൽ ക്ഷേത്രത്തിൽ സമാപന ദിവസമായ വൈകുന്നേരം നടന്ന ക്ഷേത്ര ചടങ്ങുകളുടെയും ക്ഷേത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ട വ്യക്തികളെ ആദരിച്ചതിൻ്റെയും പ്രസക്ത ഭാഗങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ഭക്തി ആദരവോടുകൂടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. ക്ഷേത്ര ഐതിഹ്യം. പുണ്യപുരാതനവും പരിശുദ്ധവും പരിപാവനവും 300 വർഷത്തിലേറെ പഴക്കമുള്ളതുമാണ് കവലോട്ടുകോണം കാങ്കക്കുഴി ശ്രീ കരിങ്കാളി ദേവി ക്ഷേത്രം. മഹായോഗീശ്വരനും ദേവി ഉപാസകനും മാന്ത്രികനുമായ കാങ്കക്കുഴി തറവാട്ടിലെ കാരണവർ പൂജാതി കർമ്മങ്ങൾക്കായി പല ദേശങ്ങളിലും സഞ്ചരിക്കാറുണ്ട്. ഒരിക്കൽ മലയും പുഴയും കടന്ന് വടക്ക് ദേശത്ത് പൂജാതി കർമ്മങ്ങൾക്ക് പോയി മടങ്ങി വരവേ ആരും ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ധൈര്യപ്പെടാത്തതും പ്രേതപിശാചുക്കൾ നിറഞ്ഞതും വനയക്ഷികൾ താവളമാക്കിയ കൊടും വനത്തിലൂടെ യാത്ര ചെയ്യാൻ കാരണവർ തീരുമാനിച്ചു. യാത്രാമധ്യേ വനയക്ഷികൾ നടത്തിയ ദുർഘടമായ പല പരീക്ഷണങ്ങളും അതിജീവിച്ച് കാരണവർ യാത്ര തുടർന്നെങ്കിലും ഭയാനകവും കഠിനവുമായ പരീക്ഷണങ്ങൾ കടുത്തതോടെ ഒരു രീതിയിലും മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാതാവുകയും ചെയ്തു. ദേവി ഉപാസകനായ തന്നെ ഈ പ്രതിസന്ധിയിൽ നിന്നും രക്ഷിക്കാൻ ദേവിക്ക് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കി കാരണവർ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് തന്നെ രക്ഷിക്കാൻ ദേവിയോട് പ്രാർത്ഥിക്കുകയും ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കുന്ന ദിശയിലേക്ക് നടന്നു നീങ്ങാൻ ദേവിയുടെ അരുളപ്പാടുണ്ടാവുകയും ചെയ്തു. ചിലമ്പിൻ്റെ ശബ്ദം കേട്ട ദിശയിലേക്ക് കാരണവർ നടന്നു നീങ്ങുകയും വനത്തിൽ നിന്ന് തറവാട് എത്തുന്നതുവരെ ചിലമ്പിൻ്റെ ശബ്ദം കാരണവർക്ക് കേൾക്കാമായിരുന്നു അത്രേ. തന്നെ സുരക്ഷിതനായി തറവാട്ടിൽ എത്തിച്ച ദേവിയോട് കാരണവർ നന്ദി പറയുകയും തന്നെ രക്ഷിച്ചതുപോലെ തൻ്റെ ഈ ദേശത്തെയും ദേശക്കാരെയും കാത്തു സംരക്ഷിക്കാൻ ദേവി ഇവിടെ കുടികൊള്ളണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. കാരണവരുടെ പ്രാർത്ഥന കേട്ട ദേവി താനിവിടെ കരിങ്കാളി ഭാവത്തിൽ കുടികൊള്ളുമെന്ന് അരുളപ്പാടുണ്ടാക്കുകയും ചെയ്തു. വടക്ക് ദേശത്തു നിന്ന് എഴുന്നള്ളി വന്ന ദേവിയെ കാരണവർ തൻ്റെ ഭൂമിയിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ കൗളാചാരപ്രകാരം പൂജയും നിവേദ്യങ്ങളും നൽകി കുടിയിരുത്തുകയും ചെയ്തു. പിൻതലമുറക്കാർ ഇവിടെ വിളക്കും പൂജയും നൽകുകയും വർഷത്തിലൊരിക്കൽ മേടം 10-ന് വട്ടിപ്പടുക്കയും പൂപ്പടയും കൊടുതിയും നൽകി ദേവിയെ പ്രീതിപ്പെടുത്തിയിരുന്നു. നാലാഞ്ചിറ ശ്രീ നാരായണ ശർമ്മ അവർകളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന ദേവപ്രശ്നത്തിൽ ഉഗ്രസ്വരൂപിണിയും ഉടവാളും ത്രിശൂലവും സർവ്വ ആയുധ വിഭൂഷിതയുമായ ശ്രീ കരിങ്കാളി ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നതെന്നും ശ്രീകോവിൽ പണിത് വിഗ്രഹപ്രതിഷ്ഠ നടത്തണമെന്നും നാടിൻ്റെ സർവ്വ ഐശ്വര്യങ്ങൾക്കും നാട്ടുകാരുടെ സർവാഭീഷ്ട വരദായിനിയായി വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ നാടിൻ്റെ ദേശദേവതയായി ശ്രീകോവിലിനുള്ളിൽ ശ്രീ കരിങ്കാളി ദേവി കുടികൊള്ളുമെന്നും ഉപദേവതകളായി ഗണപതി, തമ്പുരാൻ, നാഗർ, മന്ത്രമൂർത്തി, യക്ഷിയമ്മ, താളിക്കല്ലിയമ്മ, ജന്മനട, കന്യാവ് എന്നിവരെ പ്രതിഷ്ഠിക്കണമെന്നും ദേവപ്രശ്ന വിധിയിൽ തെളിയുകയുണ്ടായി. ക്ഷേത്ര വാസ്തുശില്പി ആചാര്യൻ ശ്രീ സതീഷ് പെരുകാവിൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രം നിർമ്മിക്കുകയും ക്ഷേത്രതന്ത്രിയായി ആലപ്പുഴ തേവഞ്ചേരി മഠം ബ്രഹ്മശ്രീ TS സതീഷ് പോറ്റിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 2025 ഏപ്രിൽ 19, 20, 21, 22, 23 എന്നീ തീയതികളിൽ ശ്രീ കരിങ്കാളി ദേവിയുടെ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വിഗ്രഹവും ഉപദേവതകളുടെ വിഗ്രഹവും വിവിധ പൂജാതി കർമ്മങ്ങളോടെ പ്രതിഷ്ഠിക്കുകയും ഉണ്ടായി. ക്ഷേത്രം മേൽശാന്തി ശ്രീ സുനിൽ പോറ്റി അവർകളാണ്. ക്ഷേത്രവിലാസം: കാങ്കക്കുഴി ശ്രീ കരിങ്കാളി ദേവി ക്ഷേത്രം, കവലോട്ടുകോണം, പെരുകാവ്, തിരുവനന്തപുരം.
കവലോട്ടുകോണം ദേശത്തിൻ്റെ ദേശദേവതയായി വിരാജിക്കുന്ന കാങ്കക്കുഴി ശ്രീ കരിങ്കാളി ദേവി ക്ഷേത്രത്തിൽ വന്നു പ്രാർത്ഥിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ദേവിയുടെയും ഉപദേവതകളുടെയും അനുഗ്രഹ കൃപാകടാക്ഷം ലഭിക്കുമാറാകട്ടെ. ഞങ്ങൾ തയ്യാറാക്കിയ ഈ വീഡിയോ നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും ഷെയർ ചെയ്ത് ഈ ദേശത്തും മറ്റു ദേശനിവാസികളിലേക്കും എത്തിക്കുന്നത് വഴി ഉഗ്രസ്വരൂപിണിയായി വിരാജിക്കുന്ന ശ്രീ കരിങ്കാളി ദേവി ക്ഷേത്രത്തിൻ്റെ കീർത്തിയും യശസ്സും വർദ്ധിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി അനന്തപുരിയുടെ വിവിധ ക്ഷേത്ര കാഴ്ചകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഹരിപ്രിയ പ്രൊഡക്ഷൻസ് ഈ വീഡിയോയും ദേവീ തൃപ്പാദങ്ങൾ സമർപ്പിച്ചു കൊള്ളുന്നു. മറ്റൊരു ക്ഷേത്ര വിശേഷവുമായി എത്തുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
Yeah.